അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ പോയ ദിവസം എല്ലാം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. എപ്പോഴത്തേം പോലെ പൊന്നൂസിന്റെ മുഖം വാടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എവിടെ പോകുന്നത് അവൾക്ക് സങ്കടമാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ റെഡി ആയിട്ടുണ്ട്, പോവുകയാണ്. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഷോർട്ട് വീഡിയോ എടുക്കണം, ലോങ് വീഡിയോ എടുക്കണം, എല്ലാം പാടെ എനിക്ക് പറ്റുന്നില്ല, ഫോൺ തിരിച്ചു മറിച്ചിട്ടാ. അപ്പോൾ കുറച്ച് എടുത്തപ്പോൾ അത് ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു. നമ്മളിതാ പാലക്കാട് നിന്ന് ബസ് എടുത്ത് അങ്ങനെ ഇതാ തൃശ്ശൂരിലോട്ടാണ് നമ്മൾ വന്ന്. അവിടേക്ക് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. വേറെ പോയത് ഒരു ചായ കുടിക്കാൻ, നല്ല തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബസ് കയറി എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. എറണാകുളത്തും നല്ല മഴയായിരുന്നു. ഇനി ഒരു ഓട്ടോ പിടിച്ചിട്ട് വേണം നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാൻ. അവിടെ റൂമൊന്നും എടുക്കേണ്ട, നമ്മൾ മാക്സിമം തൃശ്ശൂർ റെസ്റ്റ് ചെയ്തിട്ടാണ് ബസ് കയറിയത്. അങ്ങനെ നേരെ പോയപ്പോൾ നമ്മുടെ ലിസ്റ്റ് കണ്ടപ്പോൾ നമ്മളെ കയറ്റി വിട്ടിട്ടാ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ അകത്ത് പോയി ഇരിക്കാൻ പറ്റി കുറച്ചു നേരം. ഇക്ക അവിടെ കിടന്ന് വീണ്ടും ഉറങ്ങി. എന്നെ കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ അത് ഇത് നോക്കിയിട്ട് ആരുമില്ല ഇരിക്കുക തന്നെ കേട്ടോ. എന്തെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, വീട് വിട്ടാൽ പിന്നെ എനിക്ക് ഉറക്കം വരില്ല, ബസ്സിലൊന്നും ഞാൻ ഉറങ്ങില്ല. അങ്ങനെ ഇതാ നമ്മൾ നേരെ 7 മണിക്ക് കൗണ്ടർ തുറക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഹോസ്പിറ്റലിലോട്ട് പോകില്ലേ എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ അങ്ങോട്ട് ഭക്ഷണം കഴിച്ചിട്ടാ. ഇതാ ക്യാൻറ്റീനിലോട്ടാ പോകുന്നു. ക്യാൻറ്റീനൊക്കെ കണ്ടപ്പോൾ പഴയ ഓർമ്മകളൊക്കെ വന്നിട്ടാ. അവിടെ എന്താ പറയുക, ദിവസങ്ങളോളം അവിടെ കഴിഞ്ഞുകൂടി ഇതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ വന്ന് എന്ത് കിട്ടിയാലും കഴിക്കാന്നുള്ള വിധത്തിലാണ് പോയത്. അപ്പോൾ കിട്ടിയത് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്, പക്ഷെ ഒരു നിവർത്തിയില്ല, വാങ്ങിച്ച് അങ്ങോട്ട് കയറ്റിയിട്ടാ. നല്ല വിശപ്പുണ്ടായിരുന്നേ, അതുകൊണ്ടാണ് നേരെ നമ്മൾ കൗണ്ടറിൽ വന്ന് ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് നേരെ ഇക്കാടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറ്റി. ഇഞ്ചക്ഷൻ ഉണ്ട്, 2 ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ടാണ് ഇക്കാക്ക് MRI എടുക്കുന്നത്. അതൊക്കെ എടുത്ത് സെറ്റായി. ഇക്കാനെ അകത്തോട്ടും വിട്ടു, എന്നെ പുറത്തോട്ടും വിട്ടുട്ടാ. ഇപ്പൊ എന്നെ പുറന്തള്ളുവേ. പിന്നെ ആരും അവിടെ അങ്ങനെ ഇരിക്കണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും ഇതാണ്, ഞങ്ങളെല്ലാവരെയും പുറത്താക്കി. ഇക്ക അകത്തും പോയി. ഇനി എന്താ, ഇനി കുറച്ചു നേരം ടെൻഷനിലായിരുന്നു കേട്ടോ. കുറച്ചു നേരം അങ്ങനെ അത് കഴിഞ്ഞ് ഇറങ്ങി നേരെ എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞ് വരികയായിരുന്നു. അപ്പൊ എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ ചായ വീണ്ടും പോയി ഞങ്ങൾ കുടിച്ചു. പിന്നെ ഇതിപ്പോൾ ഉച്ചക്കത്തെ വീഡിയോ ആണ് കേട്ടോ. റിപ്പോർട്ട് കിട്ടാൻ നല്ല പോലെ വൈകി. ഏകദേശം 3:50 നമുക്ക് റിപ്പോർട്ട് കിട്ടിയത്, ഡോക്ടറെ കാണാൻ പറ്റിയത്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത, പെട്ടെന്ന് റിപ്പോർട്ട് വന്നാൽ പിന്നെ വേഗം ഡോക്ടറുടെ ഫ്രണ്ടിൽ പോയി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഓടി വന്ന് 2 പൊറോട്ട കഴിച്ചു. ഇപ്പോൾ ഇതാ സമയം ഏകദേശം 3:50 അങ്ങനെയൊക്കെ ആയി. നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എല്ലാം കഴിഞ്ഞ് ഇതാ റിസൾട്ടൊക്കെ നിങ്ങളുടെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ബസ് കാത്ത് വന്നിട്ട് നമുക്ക് ഇനി നേരെ നമ്മൾ പോകുന്നത് ചാലക്കുടിയിലോട്ടാണ്. ചാലക്കുടിയിൽ നമ്മൾ ഇപ്രാവശ്യം സമാധാനത്തോടെ ഹോസ്പിറ്റലിലോട് യാത്ര പറയുന്നിട്ടാ.